ഈ ഈ സുരേഷിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത് ലൊക്കേഷനിൽ? അങ്ങനെയല്ല, എല്ലാ ഓൾറൗണ്ടർ ആണ് രാജേഷ് ചേട്ടൻ. അല്ലെങ്കിൽ സുരേഷ് ചേട്ടനോ അല്ലെങ്കിൽ രാജേഷ് ചേട്ടൻ. സുരേഷിന്റെ കയ്യിൽ നിന്ന് എന്താ വെച്ചാൽ ഭയങ്കര കെയറിങ്, ഭയങ്കര സ്നേഹം കിട്ടി, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കിട്ടി. അതിൽ കൂടുതൽ എന്ത് വേണം? രാജേഷ് എന്നുള്ള വ്യക്തിക്കുള്ള നെഗറ്റീവ് എന്താണ്? രാജേഷ് ചേട്ടൻ രാജേഷ് എന്നുള്ള വ്യക്തിയുടെ നെഗറ്റീവ് വെച്ചാ നെഗറ്റീവ് ഞാൻ നെഗറ്റീവ് എല്ലാവരും നല്ലതായിട്ട് വലിപ്പ ചെറുപ്പം നോക്കാതെ എല്ലാവരും നല്ലൊരു പെരുമാറി. പിന്നെ നെഗറ്റീവ് എനിക്ക് ഇല്ല, അതാ ഞാൻ പറഞ്ഞേ. ശരി, ദേഷ്യം ഏതൊരു പച്ച മനുഷ്യനെയും പോലെ ദേഷ്യപ്പെട്ടെടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ചൂടായിട്ടില്ല, എന്നാലും അത്യാവശ്യം ദേഷ്യപ്പെടുന്നുണ്ട്. അതെ, അതും ഭയങ്കരമായി ദേഷ്യപ്പെട്ടെടുത്ത് ആ ഒരു നൈസായിട്ട്, എന്നാലും ചീത്തയല്ല, എന്നാലും ദേഷ്യം അതൊന്ന് മനസ്സിലാവുന്ന രീതിയിലില്ല. എന്നെ പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെയല്ല. അല്ല, നമുക്ക് മനസ്സിലാവും അത് ആൾക്ക് ദേഷ്യം വന്നു, തെറ്റാണെന്നെടുത്ത് ആവശ്യത്തിന് ഭയങ്കര ഇതാവാതെ ദേഷ്യപ്പെട്ട് അല്ല, ഞാൻ തെറ്റ് ചെയ്യും മുമ്പൊന്നും ചെയ്യുന്നില്ലല്ലോ. ഈ സിനിമയുടെ പരിസരത്ത് മാത്രല്ലേ നമ്മളെ കാണുന്നില്ലോ. അങ്ങനെ ഈ സിനിമയിലാണ് കൂടുതൽ ദിവസവും അത്രയും ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങള് ഫുൾ ടൈം നിങ്ങളുണ്ടല്ലോ, അല്ലാത്ത സീനുകൾ വളരെ കുറവായിരിക്കുമല്ലോ. എല്ലാവരുമായിട്ടും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതെ, എല്ലാവരുമായിട്ടും കോമ്പിനേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് മറ്റേ സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 ദിവസമോ മറ്റേ ഞങ്ങൾക്ക് അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ കാസ്റ്റിംഗ് മുതലേ ചിത്രനെ എനിക്കറിയാം, കാസ്റ്റിംഗ് നടത്തുന്ന സമയം മുതൽ. അന്ന് ചിത്രയെ കാസ്റ്റിംഗ് ചെയ്ത്? അതെ അല്ലേ? അന്ന് ആ സിനിമയിൽ കുറെ പേരെ കാസ്റ്റിംഗ് ചെയ്തു. ചാക്കോച്ചനെ കാസ്റ്റിംഗ് ചെയ്തായിരുന്നു? ചാക്കോച്ചനെ ഇല്ല, ആ അവസരം എനിക്ക് കിട്ടിയില്ല. അത് രതീഷേട്ടൻ മുമ്പേ ചെയ്തു. അത് ചാക്കോച്ചൻ പിന്നെ എന്താ, ഞങ്ങൾ പ്രീ ഷൂട്ടൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ അല്ല, നമ്മൾ മൊത്തത്തിലൊരു ആ സിനിമയിലുള്ള എല്ലാവരെയും ബാക്കി എല്ലാവരെയും പിന്നെ നമ്മൾ പുതുമുഖങ്ങളെല്ലാവരെയും കാസ്റ്റ് ചെയ്തതാണ്. ഈ ചിത്ര എങ്ങനെയാണ് കാസ്റ്റിംഗ് ചെയ്യാനുള്ള അന്ന് തോന്നാനുള്ള കാരണം എന്താ? ഇതിപ്പോൾ ഞാനാണ് അതിൽ ഓപ്ഷൻസ് കാണിക്കുന്നതെങ്കിലും അതിൻ്റെ ചോയ്സ് രതീഷേട്ടൻ്റെ. നമ്മൾ ആ രതീഷേട്ടനൊരു ഒരാളെ സെലക്ട് ചെയ്യാൻ പാകത്തിന് കുറച്ച് ആൾക്കാരെ പിന്നെ കൊണ്ടുവന്ന് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ജോലി. അപ്പോൾ ചിത്രയുടെ പ്രത്യേകത ഉണ്ടായിരുന്നത് ചിത്രയുടെ ഈ സംസാര ശൈലി തന്നെയാണ്. ഞങ്ങളൊക്കെ നമുക്ക് ഭയങ്കര നാട്ടിൽ നിന്നായതുകൊണ്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും പറ്റും. അതിനൊരു താളമൊക്കെ ഉണ്ട്, ഒരു റിതമൊക്കെ ഉള്ള സംസാര രീതിയിലാണ് ചിത്ര സംസാരിക്കുന്നത്. അപ്പോൾ ഒരു അംഗനവാടി ടീച്ചറാണ്. അപ്പോൾ ആ കുട്ടികളോട് സംസാരിക്കുന്ന രീതിയൊക്കെയാണ് നമ്മൾ ആദ്യം മറ്റേ ഓഡിഷനിൽ ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3 ആൾക്കാരെയൊക്കെ നമ്മൾ ഫൈനൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ചിത്രനെ സെലക്ട് ചെയ്തത്. ചിത്രയുടെ ഇപ്പോൾ ഈ കണ്ടിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഈ യുണീക്നെസ് തന്നെയാണ് നമ്മൾ സംസാര രീതിയാണ് ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് ശ്രദ്ധിച്ചത്. പിന്നെ ചിത്രം ഒരുപാട് എന്താ പ്രീ ഷൂട്ടിന് പെർഫോം ചെയ്ത ചിത്രമെല്ലാം ഷൂട്ടിന് വന്നപ്പോൾ ഒരുപാട് ബെറ്ററായി. പിന്നെ അത് കഴിഞ്ഞിട്ട് സുരേഷൻ സുമലതയിലേക്ക് വരുമ്പോഴും ചിത്രം പിന്നെയും ഒരുപാട് ബെറ്ററായി. അങ്ങനെ ചിത്രം അത് ഭയങ്കരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നന്നായിക്കൊണ്ടിരിക്കുന്ന ആക്ട്രസ്സാണ്. അതെ അതെ. ഗുരുനാഥൻ എന്നല്ല, അങ്ങനെയൊന്നും പറയാം. ഞാൻ നല്ലൊരു ഫ്രണ്ടാണ്, ഞാൻ സഹായിക്കുകയൊക്കെ ചെയ്യും. ഗുരുനാഥൻ രതീഷേട്ടനൊക്കെ പറയാം. ഗുരുനാഥൻ ചെറിയൊരു എന്റെ വായന ഇതെല്ലാം കേൾക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നെ അത് ഗുരുനാഥൻ, ഇത് കുരുനാഥൻ. അതെ, ഇതെല്ലാം വെറും ചള്ളി. പോയിക്കോട്ടെ, അവഴിക്ക് പോട്ടെ. ഒരു സ്വന്തം നാട്ടില് ഒരു ലൈബ്രറിയിൽ അല്ലെ, ഒരു അങ്ങനെയാണ് ഒരു ജീവിതം തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും സിനിമ എന്നൊരു മോഹമല്ലായിരുന്നു, നാടകവും ഒക്കെ ആയിട്ട് നടന്ന കാലഘട്ടം.
ഇപ്പോഴും എന്നും നാട്ടിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, എന്നും ആ കൂട്ടുകാരോടൊപ്പം കൂടിയിരിക്കാനുള്ള ഇഷ്ടപ്പെടുന്ന വ്യക്തി, അതൊക്കെ എങ്ങനെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ പകുതി ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും വേറെ ജോലിയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ നടക്കുക, എവിടെയെങ്കിലും ചെന്നിരിക്കുക, വർത്തമാനം പറയുക, നടക്കുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ ആ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോഴും. ഇനി മാറ്റമൊന്നുമില്ല. നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പണ്ടിരുന്ന പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. വലിയ ചെറുതായിട്ട് ഇപ്പം എനിക്ക് കുറച്ച് തിരക്ക് ഉണ്ട് എന്നുള്ളൊരു കൺസിഡറേഷൻ അവർ തരും. അതല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല. ഇറങ്ങി തിരിച്ചപ്പം തിരിച്ചൊരു നടനാകണം എന്നൊരു മോഹമൊന്നും ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നടനാവണം. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ആകണം എന്നൊരു ചിന്താഗതി ഇല്ലായിരുന്നു. അത് ഈ പിന്നെ വീട്ടിലങ്ങനെ മറ്റേ പ്രത്യേകിച്ചും നീ പോയിക്കോടാ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് വിട്ടതല്ല, നമ്മൾ ഇറങ്ങിയതാണ്. അപ്പം വീട്ടുകാർ അത്ര സേഫ് അല്ലായിരുന്നു. മറ്റേ കൂലിപ്പണിയൊക്കെയാണ് അച്ഛന്. അപ്പോൾ അത്ര സേഫ് ഒരു സ്ഥലത്തു നിന്നല്ല വരുന്നത്. ഇത് ഈ സ്ട്രഗിളൊക്കെ ചെയ്യാൻ വേണ്ടി ആണ് ഇറങ്ങുന്നത് എന്നുള്ളത് നമുക്ക് ധാരണ ഉണ്ട്. പിന്നെ മുമ്പ് നാട്ടിൽ നിന്ന് പോയിരുന്ന മുൻമാതൃകകളും അത്ര സേഫ് ആയിരുന്നില്ല. എല്ലാവരും പിന്നെ കഷ്ടപ്പാടും പരിപാടികളൊക്കെ ആയിരുന്നു. തിരിച്ചു വന്നവരുണ്ട്. അപ്പോൾ എനിക്ക് വളരെ കുറച്ച് ആൾക്കാരെ എനിക്കറിയാവുന്ന നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ സിനിമയും ആഗ്രഹിച്ചിട്ട് പോയിട്ടുള്ളൂ അതിന് മുമ്പ്. അപ്പം അങ്ങനെ ഒരു കഥയാവരുത് എന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ കുഴപ്പമില്ലാത്തൊരു എന്താ അവറേജിന് മുകളിൽ പഠിക്കും. അപ്പോൾ നാട്ടിൽ വലിയ മോശം പേരൊന്നുമില്ല. അപ്പോൾ അച്ഛൻ എന്നെ കുറിച്ചിട്ട് ആ നാട്ടിലുള്ളതിൽ ഞാൻ കൊള്ളാവുന്നൊരു ചെക്കനാണെന്നുള്ളത് കൊണ്ട് അച്ഛൻ എന്നെ കുറിച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുറേ കാലം ഒന്നും തിരിച്ചു വിളിക്കാതെയും ദുബായിക്ക് പോകാൻ പറയാതെയൊക്കെ കാസർഗോഡ് നിർത്തിയിരിക്കുന്നത്. അതിനൊരു ബുദ്ധിമുട്ടാവാതെ അവരെ നോക്കണം എന്നുണ്ടായിരുന്നു. അത് കുറേ കാലം കഷ്ടപ്പെടുത്തി. പക്ഷെ അവസാനം ഇപ്പോൾ ഒന്ന് സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട് അവർ. അവൻ കുറേ കാലം ടി വിയിലുണ്ടെന്നൊക്കെ പറഞ്ഞു. ടി വിയിലൊന്നും കണ്ടിട്ടൊന്നുമില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടം മൊത്തം. ഇപ്പോൾ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നത്. അച്ഛൻ്റെ ഒരു ഇഷ്ടമാണല്ലോ നമ്മുടെ ഒരു മകൻ്റെ ഒരു വളർച്ച. ഏതച്ഛനും ഇഷ്ടപ്പെടുന്നതാണല്ലോ. അപ്പോൾ ഒരു സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ എന്താകുമെന്ന് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് വേണ്ട അവസരം കിട്ടിയില്ല എന്താകുമായിരുന്നു ചിന്തിച്ചിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇനിയെന്ന് പറഞ്ഞ പോലെ അതിപ്പോൾ എളുപ്പത്തിൽ കിട്ടുന്നതായതുകൊണ്ട് ഗവർണർ എന്ന് പറഞ്ഞു. അത് സിനിമയിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ വിഷ്വൽ മീഡിയ ആണ് പഠിച്ചത്. അപ്പോൾ ഞാൻ TV ജേർണലിസം നോക്കി. അപ്പോൾ എനിക്ക് പറ്റുന്ന പണിയല്ലാന്ന് തോന്നി. പ്രിൻ്റ് മീഡിയയിലേക്ക് പോയി. കുറച്ച് എഴുത്തും പരിപാടികളൊക്കെ ഇങ്ങനെ ജേർണലിസം കഴിഞ്ഞ PG അമൃത ഇവിടെ കൊച്ചി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം ജോലി ചെയ്തു. അപ്പം ഞാൻ ഈ ഉദ്ദേശിക്കുന്ന അത്ര സ്പീഡൊന്നും എനിക്കില്ല ഈ എഴുത്തിനായി കഴിഞ്ഞാലും ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പ്രിന്റ് മീഡിയയിൽ ജേർണലിസ്റ്റ് ഇഷ്ടം. അതെ ചാനലിലാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ കുറച്ചും കൂടി കംഫർട്ടബിൾ പ്രിന്റ് മീഡിയ സെലക്ട് ചെയ്യാൻ എന്താ കാരണം? ഒന്നുമില്ല, എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എഴുത്തത്ര ഫാസ്റ്റായിട്ട് വരില്ല എന്നുണ്ടെങ്കിലും എഴുതാൻ ഇഷ്ടമാണ്. ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിരുന്ന് എഴുതാൻ. അതുകൊണ്ട് പ്രിന്റ് മീഡിയ. അത് ന്യൂസിലല്ലായിരുന്നു, ഞാൻ ഫീച്ചേഴ്സ് ഒക്കെ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. ഒരു മാഗസിനിലാണ് വർക്ക് ചെയ്തുകൊണ്ടായിരുന്നത്. അല്ല, അത്ര ആ പരിപാടി അത് ന്യൂസിൽ TV-യിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ന്യൂസ് പ്രൊഡക്ഷനിലായിരുന്നു ഞാൻ. അപ്പോൾ ന്യൂസിന് കുറച്ച് സമയം ഞാൻ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയി ന്യൂസ്. അന്ന് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല. ആദ്യം റിപ്പോർട്ട് ചെയ്തത് ആദ്യം ഒരു മരണമാണ്. ഒരു കൊലപാതകം ഉണ്ടായിരുന്നു അവിടെ വെണ്ണല ഏതോ പരിസരത്ത്. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ടാകുമ്പോഴാണ്. 2012-13 ആ സമയം. അപ്പോൾ മനസ്സിലായി. അത് റിപ്പോർട്ട് ചെയ്യാൻ കൊച്ചിയിലെ ഡെസ്കിൽ അല്ലേ? അന്ന് നമ്മളെ ബുദ്ധിമുട്ടി. അന്ന് ഞാൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഈ പ്രസ് മീറ്റിലൊക്കെ ചെന്നിരിക്കും എന്നല്ലാണ്ട് വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രോഗ്രാംസിലുണ്ടായിരുന്നു.
ഇപ്പോൾ ആൾക്കാർ ഉണ്ടാവാതിരിക്കുമ്പോൾ എന്നെയും കൂടി അയക്കും റിപ്പോർട്ടിങ്ങിന്, പണി പഠിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പോയതാ. ഈ പോകുമ്പോൾ മറ്റേ ഈ ക്യാമറയും പിടിച്ചിട്ടുള്ള തള്ളലും നമ്മളതിൻ്റെ ഇടയിൽ നിന്നിട്ടുള്ള പരിപാടികളും പിന്നെ ഈ ആ സിറ്റുവേഷനിലൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മനക്കരുത്തും പരിപാടികളൊക്കെ വേണ്ടേ. മരണ വീട്ടിലാണ് നിൽക്കുന്നത്, അപ്പോൾ ആൾക്കാരോട് നമുക്ക് ചോദിക്കാനുള്ളത് ചോദിക്കണം. ആ സിറ്റുവേഷനിലൊക്കെ നമുക്ക് വേണ്ടത് ന്യൂസ് എടുക്കണം, നമുക്ക് ഇതാണല്ലോ പ്രധാനം. അതിൻ്റെ ഒരു മാനസികാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല എനിക്ക്. പെട്ടെന്ന് തന്നെ തീരുമാനമായി ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് ചാടി. അവിടുന്ന് ചാടി അല്ലേ? ആ ഒരു റിപ്പോർട്ടിംഗ് ആണ്. പക്ഷെ ഒരു കല്യാണ റിപ്പോർട്ടിംഗ് വേണമെങ്കിൽ പിന്നെ നേരെ എനിക്ക് തോന്നുന്നു. അതായത് അങ്ങനത്തെ ഒന്നും അപ്പോൾ ഒരു വലിയ നല്ലൊരു കല്യാണമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. റിപ്പോർട്ട് ഇപ്പൊ പറഞ്ഞ പോലെ സീരിയസ് ഉണ്ട്. മരണ വീട്ടിൽ റിപ്പോർട്ടറായിട്ട് പോകുന്ന ഒരു വലിയ മാനസികാവസ്ഥയാണ് അല്ലേ? നിങ്ങൾക്ക് അറിയാലോ. ഈ പറയുന്ന പോലെ ഡെസ്കിൽ നിന്ന് വിളി വരും, ആ മരിച്ചു കിടക്കുന്ന അച്ഛന്റെ ബൈറ്റ് വരെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഡെസ്കിൽ നിന്ന് വിളിച്ചു പറയും. എടുത്തില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ അവിടെ പറയും അതാണ് അവർക്ക് കിട്ടി നമുക്ക് കിട്ടണം. അപ്പൊ ഇടിച്ചു കയറണം. അവിടെ മരണ വീട് നിന്നും ഒന്നും നോക്കുന്നില്ല. അങ്ങനെ എത്രയോ വാർത്തകൾ വരുന്നു, എത്രയോ ട്രോളുകൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് പ്രിന്റ് മീഡിയ പോയി സേഫായി. അതും പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നീട് സിനിമ ലക്ഷ്യത്തോടു കൂടി യാത്ര തുടങ്ങും. ഒത്തിരി നാളെ യാത്ര ചെയ്തു. കുറച്ച് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു കാലഘട്ടം. ഇതിനെ സിനിമയിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാവരുടെയും പോലെ കഷ്ടപ്പാട് കാലഘട്ടം ഉണ്ടായിരുന്നു. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.